Assalamualaikum. Alhamdulillahi Rabbil Alamin. Assalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي آتِ لنا علما وفهما كما آتيت يا ربنا للشيخ غزالي. മക്കത്തെ കാറ്റിൻ്റെ ചുണ്ടത്തുമ്പൈത്തുണ്ട് മുത്ത് റസൂലിൻ്റെ മദഹിൻ്റെ പാട്ടുണ്ട്. ചെല്ലക്കിളിമാകൾ ചൊല്ലും മൊഴികളിൽ ചെങ്കാഞ്ഞ ത്വഹാബിൻ നല്ല സ്വലാത്തുണ്ട്. ഹൃത്തടത്തിൽ ബഹുമാനം നിർകളിക്കുന്ന അധ്യക്ഷരെ, അകതാരിൽ അറിവിന്റെ തിരമാലകൾ അലയടിക്കുന്ന ഗുരുനാഥന്മാരെ, സന്താനങ്ങളെ സൽപാന്താവിന്റെ പടികൾ കൈപിടിച്ചു കയറ്റുന്ന മാതാപിതാക്കളെ, പുഞ്ചിരിയിൽ വഞ്ചനയുടെ ലാഞ്ചനയില്ലാത്ത പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വയനാടിന്റെ വിരിമാറിൽ വീശിയടിച്ച വിപത്തിൽ വിള്ളലുകൾ വീഴ്ത്തി ഓടിയെത്തിയ ഉരുൾപൊട്ടലിൽ നെയ്തുവച്ച സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായി തകർന്നു തരിപ്പണമായ ചൂരൽമലയും മുണ്ടക്കയും പുഞ്ചിരി മട്ടത്തെയും നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് പ്രണാമം. ആദ്യമായി അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറുപ്രസംഗം ആരംഭിക്കട്ടെ ഇൻഷാ അല്ലാഹ്. പ്രവാചക പ്രകീർത്തനങ്ങൾ കൊണ്ട് ലോകമെമ്പാടും അലയടിക്കുന്ന ഈ സുന്ദര നിമിഷത്തിൽ അവിടുത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിച്ചുകൊണ്ട് ഞാൻ വിരമിച്ചുകൊള്ളാം. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. പ്രവാചകനോടുള്ള പ്രേമം നമ്മുടെ സമൂഹത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയതാണ് ഇന്ന് ഈ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാതലായ കാണല്. ഇന്ന് പ്രവാചക സ്നേഹം വെറും നാവിൻ തുമ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. പ്രവൃത്തി പദത്തിൽ ആരും തന്നെ പ്രവാചകനെ സ്നേഹിക്കുന്നില്ല. ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഒരു 100 ആവർത്തി പറയും ഞാൻ എൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന്. പക്ഷേ ആ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ നമ്മൾ ആരും ശ്രമിക്കാറില്ല. ആ പ്രവാചകൻ നമ്മളിലേക്ക് വിട്ടിട്ട് പോയ 2 കാര്യങ്ങളെ മുറുകെ പിടിച്ചാൽ നമ്മൾ വിജയിച്ചു. അതിലൊന്ന് പരിശുദ്ധ ഖുർആനും രണ്ടാമത്തേത് തിരുസുന്നത്തുമാണ്. തൊട്ടിൽ മുതൽ കട്ടിൽ വരെയുള്ള മുഴുവൻ കാലഘട്ടത്തിലും പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ട്. അതൊന്ന് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മൾ വിജയിച്ചു. നമ്മുടെ മുൻഗാമികൾ എപ്രകാരമാണ് പ്രവാചകൻ സ്നേഹിച്ചതെന്ന് ഒരു സംഭവത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഒരിക്കൽ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി കാണാൻ കുറെ ആളുകൾ വരികയുണ്ടായി. അവരുടെ സംഭാഷണത്തിനിടയിൽ ഔറംഗസീബ് റഹ്മത്തുള്ളാഹി തന്റെ ഭൃത്യനെ ഗിൽജി എന്ന് വിളിച്ചു. അപ്പോൾ തന്നെ അദ്ദേഹം വുളു എടുക്കാനുള്ള വെള്ളവുമായി അവിടേക്കെത്തി. ഇത് കണ്ട് അവിടെയുള്ളവർ ആ ഭൃത്യനോട് ചോദിച്ചു, വുളു എടുക്കാനുള്ള വെള്ളത്തിനായാണ് നിങ്ങളെ ചക്രവർത്തി വിളിച്ചത് എന്നെങ്ങനെയാണ് മനസ്സിലായത്? അപ്പോൾ ആ ഭൃത്യൻ അവരോട് പറഞ്ഞു, വുളു ഇല്ലാത്ത സമയത്ത് മാത്രമേ എന്നെ ഗിൽജി എന്ന് വിളിക്കൂ, അല്ലാത്തപ്പോൾ മുഹമ്മദ് ഗിൽജി എന്നാണ് വിളിക്കാറ്. വുളു ഇല്ലാതെ മുഹമ്മദ് എന്ന പേര് വിളിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. പ്രിയ സദസ്യരെ, നമ്മളൊന്ന് മനസ്സിലാക്കൂ. ശുദ്ധിയില്ലാതെ പ്രവാചകന്റെ പേര് പോലും പറയാൻ തയ്യാറല്ലാത്ത ബഹുമാനപ്പെട്ട ഔറംഗസീബ് റഹ്മത്തുള്ളാഹിയുടെ പ്രവാചക സ്നേഹം. ആ പ്രവാചകനെ യഥാർത്ഥ രീതിയിൽ സ്നേഹിച്ചാൽ മാത്രമേ നാം വിജയിക്കൂ. ആ പ്രവാചകൻ മാത്രമേ നമ്മളെ മാശറ വൻ സഭയിൽ രക്ഷപ്പെടുത്താൻ എത്തുകയുള്ളൂ. നമ്മൾ ആദ്യ നബി മുതലുള്ള പല നബിമാരുടെ അടുക്കലും മാറി മാറി എത്തുകയും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ പറയുമ്പോൾ നഫ്സി 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 നഫ്സിയാ, ഞങ്ങൾക്ക് തന്നെ ഇന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ ഉമ്മത്തിയ ഉമ്മത്തിയ കൗമിയ, എന്റെ സമുദായമേ എന്റെ സമുദായമേ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിൽ കടന്ന് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് തേടി നമ്മളെ രക്ഷപ്പെടുത്തുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാതെ വേറെ ആരെയാണ് നാം സ്നേഹിക്കേണ്ടത്? ആ പുണ്യ പ്രവാചകനെ സ്നേഹിച്ച് പുണ്യം നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഈ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
വബറകാതുഹു.